മാലിയിൽ 3 ഇന്ത്യക്കാരെ അൽ-ഖ്വയ്ദ ബന്ധമുള്ള ഭീകരർ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇന്ത്യയെ ആക്രമിക്കുക, ഭാരതത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യം വച്ചു പുലർത്തുന്ന ഒട്ടനവധി ഭീകര സംഘടനകൾ നമുക്ക് ചുറ്റിലുമുണ്ട് എന്നുള്ളത് വ്യക്തമായ വസ്തുതയുള്ള കാര്യം തന്നെയാണ്. അതിന് കൃത്യമായ ചില മറുപടികളും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂർ. അവിടുന്നൊക്കെ ഇങ്ങോട്ട് വരുന്ന ഭീകരവാദികളെ തച്ചുടച്ച് തിരിച്ച് കയ്യിൽ കൊടുക്കുന്ന ഒരു സ്വാഭാവിക നീക്കം കൂടി ഭാരതം ഈയിടെയായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈയിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണം നിലവിൽ വന്നതിന് ശേഷം എന്ന് വ്യക്തമായി പറയാം. അപ്പോൾ മാലിയിലായാലും ഭാരതത്തിലായാലും ഇനി മറ്റേത് രാജ്യങ്ങളിലായാലും ശരി, ഭാരതീയനെ, ഇന്ത്യൻ പൗരനെ ആക്രമിച്ചാൽ, ഇന്ത്യൻ പൗരന്മാരുടെ ദേഹത്ത് ഒരു തുള്ളി മണൽ വീണാൽ, ഇന്ത്യൻ പൗരന്മാർക്ക് ഒരു പോറലേറ്റാൽ ഒരുപക്ഷെ ഭാരത സർക്കാർ എങ്ങനെ പ്രതികരിക്കും, തട്ടിക്കൊണ്ടുപോയവരെ എങ്ങനെ നേരിടുമെന്നതിൽ ആർക്കും ഒരു സംശയവും വേണ്ട എന്നുള്ളത് പലതവണ ഭാരത സർക്കാർ തന്നെ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ മാലിയിൽ സംഭവിച്ച ഈ ഒരു സംഭവം, ഭാരതീയ പൗരന്മാർക്കേറ്റ ഈ ഒരു ആക്രമണം, അതിന് കൃത്യമായ നടപടി ഭാരത സർക്കാർ സ്വീകരിക്കും, നരേന്ദ്രമോദി സർക്കാർ സ്വീകരിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട.